ഈ ഓണത്തിന് നമുക്ക് ചെറുപയർ പായസം ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? എന്റെ പ്രിയപ്പെട്ട ഒരു പായസമാണ് കേട്ടോ അത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പിട്ടിട്ട് നന്നായിട്ട് വറുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ വരെ നമ്മളിത് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം നന്നായിട്ട് ഉടച്ച് 2 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കിയിട്ട് മാറ്റിവെക്കാം. നമുക്ക് പായസത്തിലേക്ക് വറുത്തിടാനുള്ളത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും റൈസിൻസും ആണ് ഞാൻ വറുത്ത് മാറ്റിവെക്കുന്നത്. ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ശർക്കര പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാൽ കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് കുറുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടി, 1/2 ടീസ്പൂൺ ഏലക്ക പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി കൂടെ ചേർത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചേരുവകൾ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കിയാൽ കിട്ടും. അപ്പൊ ഈ ഓണത്തിന് പായസം ഇത് തന്നെ ആവട്ടെ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.